കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മളെ പുതിയ പുതിയ തമാശകൾ, പുതിയ പുതിയ സ്കിറ്റുകൾ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ സ്വന്തം കാര്യക്കാരൻ. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പ്രചോദേട്ട ആൻഡ് അസീസിക്ക. വെൽക്കം. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം നസീർക്ക? സുഖമായിട്ടിരിക്കുന്നു. ചിരിക്കാനായിട്ട് വന്നതാണ്. ചിരിക്കാനുള്ളവരെ വിളിക്കുക. ചിരിക്കാനുള്ളവരിങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പ്രചോദേട്ട സന്തോഷം, വിളിച്ചോളൂ. നമ്മൾ ചിരിക്കണം. കുറെ ദിവസത്തിന് ശേഷം മടങ്ങിയ അസീസിക്ക നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് പിന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ എങ്ങും പോത്തില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതേ നമ്മുടെ വി കോട്ടയത്ത് നിന്ന് വന്ന അന്തിച്ചന്ത റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ ആൾക്കാർക്കും ഒരു സ്വാഗതം നമ്മുടെ വക. അപ്പൊ എന്നാ നമുക്ക് തുടങ്ങിയേക്കാം. ആദ്യത്തെ ടീമിനെ വിളിക്കട്ടെ. ചിത്തൻ ചേട്ടൻ, മിൻലേട്ടൻ ആൻഡ് സുധീഷ്. അടിപൊളി. ടെൻഷൻ അടിച്ചിട്ട് പയ്യ ജീവിതത്തിൽ ഞാൻ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. 48 വയസ്സായി. നിങ്ങൾ എന്തുവാ മനുഷ്യ നിലാവത്തഴിച്ചുവിട്ട കോഴിയെ കണക്ക് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? നീ നിന്റെ പണി നോക്കി പോഷേ. ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഭ്രാന്ത് വന്നിക്ക. നീ പോഷേ. നീ പോവാൻ എന്റെ മുമ്പിൽ നിന്ന്. അയ്യോ, ഇപ്പൊ എന്തൊരു ടെൻഷൻ. എന്നെ പ്രസവിപ്പിക്കാനായിട്ട് ലേബർ റൂമിനകത്തോട്ട് കൊണ്ടുപോയി. അന്ന് പോലും നിങ്ങളുടെ മുഖത്ത് ഞാൻ ഈ ടെൻഷൻ കണ്ടില്ലല്ലേ? ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാൻ. നീ പൊയ്ക്കാ. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. നിങ്ങൾ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതാണ് കാര്യം. ഇപ്പൊ ഇയാളെ ടെൻഷൻ കണ്ടാ വിചാരിക്കും നമ്മളെ മക്കളാരാണ്ട് ആ 10ലെ പരീക്ഷ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വരുവാണെന്നും. അല്ലെന്ന്, ഈ മുതുകിളവൻ 48 വയസ്സായി ഇപ്പോഴും 10ാം ക്ലാസ്സിലെ തത്തുല്യ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുക. അതിന്റെ റിസൾട്ടിൽ നിന്ന് വരും. അതിന്റെ ടെൻഷനാണ്. നിങ്ങൾ ഇനിയിപ്പോ 10ാം ക്ലാസ് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോണ്? നിങ്ങൾ വല്ലതും പണിക്ക് അങ്ങോട്ട് പോയി മര്യാദയ്ക്ക് കുടുംബം നോക്കണ്ട. അങ്ങോട്ട് എന്തോ വാക്ക്? എന്റെ അച്ഛൻ പറഞ്ഞ നീ NSLC പരീക്ഷ പാസ്സാകുന്നു, അതിന്റെ പിറ്റേ ദിവസം തൊട്ട് പണിക്ക് പോകണമെന്ന്. ഞാനിങ്ങനെ പണിക്ക് പോകും. ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, സ്നേഹം കൊണ്ട് പറയാണ്. മോൻ +2 കഴിഞ്ഞ് നിൽക്കാണ്. അവന് പഠിത്തത്തിനുള്ള ചെലവിന് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് പണിക്ക് പോ മനുഷ്യ. അങ്ങാട്ട് അപ്പൊ +2 കഴിഞ്ഞ് നിൽക്കണം. അവനെ വെറുതെക്കല്ലേ. അവന്റെ അടുത്ത് പണിക്ക് പോകാൻ പറഞ്ഞു. ഞാനിപ്പോഴും 10 പഠിച്ചോണ്ടിരിക്കുക. എന്തായാലും ഇന്ന് 10ലെ പരീക്ഷ റിസൾട്ട് വരും. അത് ജയിച്ചാലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പണിക്കെന്ന് പറഞ്ഞ് ഇറങ്ങി പോവല്ലോ. നിങ്ങൾ ഞാനങ്ങനെ പണിക്ക് പോകൂടി. SLC കഴിയുമ്പോഴത്തേന് പിന്നെ +1, +2, ഡിഗ്രി, MA. അമ്മോ, എന്തോരം പഠിക്കാൻ കിടക്കുന്നു. അപ്പൊ ഈ ഇടയ്ക്കെങ്ങും നിങ്ങൾ പണിക്ക് പോകുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലേ? ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പ്ലാവാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രാവാവോന്ന് എന്നാലും ഞാൻ പ്രാവി പോവാ. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തോക്കണേ ഈശ്വരാ. അത് ശരി. അപ്പൊ നീ എന്നെ പ്രാഗിയല്ലേ? നീ ഒന്നോർത്തോ, ഞാൻ ഈ പ്രാവശ്യം SLC പരീക്ഷ തോറ്റാൽ ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും മൂലക്ക് പോയി ഒരു മുഴം കയറി ഞാൻ തൂങ്ങിച്ചാവും. ഞാൻ ചാവും. ഈ കയറ് മേടിക്കാൻ പൈസ ആര് തരും നിങ്ങൾക്ക്? അത് നീ തരും. അതും ഞാൻ തരണല്ലേ? ഞാൻ ഹലോ സാറേ. അയ്യോ, റിസൾട്ട് വന്നാ? 10ലെ പരീക്ഷ റിസൾട്ട് ജയിച്ച. ഓ ശരി സാറേ. ഞാൻ 10ലെ റിസൾട്ട് ജയിച്ചേ. എന്തോടെ കീഴെടുക്കുന്ന പാവേ. അണ്ണാ, 10ലെ പരീക്ഷ റിസൾട്ട് വന്നു. 180 രൂപയുണ്ട്. ഞാൻ ഈ പൈസ കൊണ്ടുപോയി എല്ലാവർക്കും മിഠായി മേടിച്ചു കൊടുക്കാൻ പോവാ. അയ്യോ, നിങ്ങൾ ഇത്തവണയും തോറ്റ്. അപ്പൊ ഈ പൈസ എന്തിനാ? നേരത്തെ കയറ എന്തൊക്കെ മേടിച്ച് എന്തൊക്കെയോ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. ചെല്ലിയങ്ങാട്ടെ. ശരി, അപ്പൊ ഞാൻ ചാവണമല്ലേ? നിങ്ങൾ ഇറങ്ങി പോകാൻ മുമ്പിൽ അങ്ങാട്ടാകണം. ശരി, അപ്പൊ ഞാൻ ചാവണമല്ലോ. അതാണ് നിന്റെ പൈസ എനിക്ക് വേണ്ടേ? പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമാ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ കിണറ്റി ചാടി ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോകും. അണ്ണാ, ഞാൻ തമാശക്ക് പറഞ്ഞ ചാടല്ലേ? കിണറക്കും അണ്ണ ചാടല്ലേ? തമാശ പറഞ്ഞ കാല് പിടിച്ചാലും ഞാൻ ചാടും. കാല് പിടിക്കാനൊന്നും വന്നേല്ല. നിങ്ങളെ കാല് കെട്ടി ഈ തൊട്ടി ഞങ്ങൾ കിണറ്റി പോയാലേ ഞാൻ നാളെ എന്തോർത്തിട്ട് വെള്ളം കോരും. ഞാൻ ഇറങ്ങണ്ണ. വാ വാ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കിണറ്റി പോയി. അയ്യോ, നാട്ടുകാർ ആരെങ്കിലും ഓടി വന്ന് എന്റെ കിണറ്റി പോയി. അണ്ണോ, അയ്യോ, അനക്കൊന്നും കേൾക്കുന്നില്ല ഭഗവാനെ. അണ്ണാ, അനക്കൊണ്ട് ഉയരുണ്ട്. അണ്ണ എങ്ങനെയെങ്കിലും കയറുവാ.
അണ്ണാ കേറി വാണ്ണ. നീ കേറി വാ എന്ന് പറഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ നിൽക്കല്ല കേറി വരാൻ. അണ്ണാ ഇതിപ്പോ എന്ത് എങ്ങനെയെങ്കിലും പിടിച്ച് കേറി വാണ്ണ. നീ പോയാ ഫയറേഞ്ചറെ വിളിക്കടി. അതാണ് ഫയർഫോഴ്സ്. അണ്ണാ ഫയർഫോഴ്സിന്റെ നമ്പർ എത്രയാണ്? പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിരടി. അതാണ് പോലീസ് സ്റ്റേഷനിലെ നമ്പർ എത്രയാണ്? കുഞ്ഞമ്മേടത്തെ ചോദിരടി. അയ്യോ കുഞ്ഞമ്മേടെ ഫോണിന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി വിളിച്ചാ കിട്ടൂല. 101 വിളിക്കാം. ഹലോ ഫയർഫോഴ്സ് അല്ലേ സാറേ? ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോകുന്നു, പെട്ടെന്ന് വാ സാറേ, ജീവൻ രക്ഷിച്ചു സാറേ, വാ സാറേ. ആ സ്ഥലം നമ്മളെ കാട്ടുവിളയിൽ അഡ്ഡി ആഫീസില്ലേ, അവിടെ തന്നെ. ഓ സാറേ ഒന്ന് പെട്ടെന്ന് വാ സാറേ. അയ്യോ ഞാൻ കിടത്തി കിടക്കുന്നേ. അവള് ഫയർ എഞ്ചിൻ അഡ്ഡി ആഫീസിലോട്ട് പറഞ്ഞു വിട്ട്. അണ്ണാ ഇപ്പൊ വരുമണ്ണ. സാറേ ഞാനാ വിളിച്ചത്. സാറേ ഇവിടുന്ന് തന്നെ വിളിച്ചത്. അതെ പേടിക്കണ്ട, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കിട്ടും. മണ്ണെണ്ണ മതിയാ സാറേ? വീണ ആളെ കത്തിക്കാനല്ല വന്നത്, രക്ഷിക്കണോ? വെളിച്ചെണ്ണ കൊണ്ടുവാ. വെളിച്ചെണ്ണ എവിടെ ഇരിക്കുന്നു? അയ്യോ സാറേ ഇതാ വെളിച്ചെണ്ണ സാറേ, വെളിച്ചെണ്ണ. ടർക്കി വർക്കിയേ സാറ് വിളിക്കുന്നു, വാങ്ങിഞ്ഞാട്ട്. സാറേ അവൻ ജോലിക്ക് പോയി. ടർക്കി സാറേ, സാരി മതിയോ സാറേ? സാരി കൊടുത്ത് ഞാൻ ഇങ്ങനെ ഫാഷൻ ഷോ കളിക്കാൻ വന്നതല്ല, രക്ഷിക്കണോ? വേണം സാറേ എന്നാ സാറേ ഇത് ടച്ച് സാറേ. എപ്പോഴാണ് ഈ സംഭവം? സാറേ ഒരു 1.5 മണിക്കൂർ ആയിക്കാണ് സാറേ. അയാൾ ചാടുമ്പോ ഏത് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്? അയ്യോ ഞാൻ കളറൊന്നും നോക്കിയില്ല, എടുത്ത് ചാടുന്നേ കണ്ടുള്ളൂ. അതെ, ഇതിന് ആഴമുണ്ടോ? ആഴം കുറച്ച് വെള്ളേ ഉള്ളൂ, ഇറങ്ങാൻ പറ്റുമോ ഇതിനകത്ത്? ആള് ചാടുമ്പോ ഹെൽമെറ്റ് വെച്ചിരുന്നോ? അയ്യോ ഹെൽമെറ്റും വെച്ചോണ്ട് ബൈക്കിൽ റേഷൻ കടയിൽ പഞ്ചാര മേടിക്കാൻ പോയതല്ല, ഹെൽമെറ്റും വെച്ചോണ്ട്. സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, ആളെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ സാറേ? എന്ത് സാറേ? എന്ത് നുണ പറയാന്ന് ആലോചിക്കായിരുന്നു. അതോക്കെയോ? അല്ല ഇതെന്തോ കാണിക്കുവോ സാറേ? അതല്ല, ഒന്ന് നനയാൻ പോണതല്ലേ, അപ്പൊ ഒന്ന് കുളിച്ച് കയറാൻ കാണിക്കണ. അയ്യോ സത്യം പറ, എന്ത് സംഭവിച്ചു? എന്റെ വെള്ളത്തിൽ പോയി സാറേ. സാറേ അവിടെ അല്ല ഇവിടെ. അയ്യോ ഒഴിവി ദോ പോണ അണ്ണാ ഞാൻ വല്ലോ പറഞ്ഞപ്പോ ഞാൻ ഇല്ലാത്ത സമയത്ത് ആരെ വിളിച്ച് കഴിച്ചടി? അയ്യോ ആരുമല്ല, ഫയർഫോഴ്സിൽ നിന്ന് ഓഫീസർ വന്ന. ഫയർഫോഴ്സുകാരൻ വന്നിട്ട് എന്തിനാണ് ആദ്യമേ എണ്ണ ചോദിച്ചത്? അതെനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാലും എന്നെ ഒന്ന് വലിച്ചു ഒരു കാര്യം ചെയ്യാം, ഈ തൊട്ടിട്ടാ അണ്ണ ഇതി പിടിച്ച് കയറണേന്നാ. പിടിച്ചോ, തല മണ്ട കീറിയേ. പിടിച്ച് കയറണ, എങ്ങും മുട്ടാതെ പറഞ്ഞേ. അയ്യോ കേറ്. അയ്യോ എന്റെ അണ്ണനെ കിട്ടി, എനിക്കും കിട്ടി. അണ്ണനെ രക്ഷിക്കാൻ വന്ന ഫയർഫോഴ്സ് ഓഫീസർ. അതല്ല, അണ്ണൻ കെട്ടിച്ചാടിയെന്ന് പറഞ്ഞപ്പോ അയാൾ ആറ്റി ചാടി. ഫയർഫോഴ്സ് ഓഫീസർ. നിങ്ങളൊരു കാര്യം പറയുമ്പോ അത് വ്യക്തമായി പറയണം. ഒരാൾ ചാടി എന്നല്ലേ പറഞ്ഞത്? ഞാൻ ചാടി നീന്തി ചെന്നപ്പോ 20 പെമ്പിളറോടെ കൈകാലിട്ടടിക്കുന്നു. ഒക്കെ തന്നെ വലിച്ച് കര കയറ്റിട്ട് ഞാൻ പോകുന്നത്. എന്റെ അമ്മയെ കുളിക്കടയെ കുളിച്ചോണ്ടിരുന്ന അക്കച്ചുമാരെല്ലാം വലിച്ച് കരയിട്ടിട്ട് വന്നേക്കുന്നു. അയ്യോ അവർ അടിപ്പാവടെ എടുത്തോണ്ട് വന്നേക്കുന്നു. സാറ് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ പൊല്ലപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു, ഫയർഫോഴ്സുകാരെ വിളിക്കുമ്പോ നേരത്തെ പറഞ്ഞു. ഇവിടെ റോഡ് ബ്ലോക്ക് അല്ലേ? നിങ്ങൾ പൊതുജന ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോകുമ്പോൾ ഫയർഫോഴ്സ് വണ്ടിക്കാണോ ആംബുലൻസ് വണ്ടിക്കാണോ വഴിമാറി കൊടുക്കേണ്ടത്? ഇതിന്റെ രണ്ടിനുമല്ല. പിന്നെ 8:58 ബിവറേജിൽ പോകുന്ന ബൈക്കുണ്ട്, അതിനാണ് വഴിമാറി. സാറേ ഈ ആറ്റിലല്ല ആള് ചാടിയത്, പിന്നെ ഈ കണക്ക് പറയണ്ടേ. ഇവന് ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ ഫയർഫോഴ്സുകാരനല്ല. അല്ല, ഇവൻ അവിടെ കിടന്ന് യൂണിഫോം എടുത്തിട്ടുണ്ട് ഓടിയവരാ. മുതുക്ക് ഭ്രാന്തി ഓടി അവനകത്ത് പോയി. സാറേ അയ്യോ സാറേ എങ്ങനെയുണ്ട് സാറേ അവിടെ? ഞാനിവിടെ ടൂർ വന്നതല്ല, ഇവിടെ ആരുമില്ല. അതങ്ങനെ ആളുണ്ടാകും, ഞങ്ങളെല്ലാം കരക്കല്ലേ. സാറല്ലേ എടുത്ത് ചാടിയത്? എടാ ഫയർഫോഴ്സിനെ വിളി. അപ്പൊ പിന്നെ ഈ കിടക്കുന്ന ആരാ? ഫയർഫോഴ്സ് അല്ലേ? അയ്യോ എങ്ങനെയാലും എന്നെ പുറത്താക്കടാ. ഒരു ഐഡിയ വരുന്നുണ്ട് സാറേ, പേടിക്കണം. കിടക്കടാ സാറേ,
കിണറ്റിൽ സെറ്റ് ഉണ്ട്, സെറ്റ്. അന്നൊരു മൈക്കും ഒരു CD കരോക്കെ ഞാൻ അവിടെ പാട്ട് പാടിയിരിക്കാം. അതല്ലെന്ത്, പമ്പ് സെറ്റ് ഉണ്ട് കിണറ്റിൽ. അപ്പൊ ഞങ്ങളെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പമ്പ് സെറ്റ് കൊണ്ട് വെള്ളം അടിച്ച് ടാങ്കിൽ കയറ്റട്ടെ. വെള്ളം അടിച്ച് ടാങ്കിൽ കയറ്റാൻ ഞാനെന്താ പ്ലാവില. ഒരു കാര്യം ചെയ്യാം, സാർ കൊണ്ടുവന്ന് കയറി കിടപ്പുണ്ട്, ഇതിട്ട് നമുക്ക് രക്ഷപ്പെടുത്താം. ഞാൻ ഒന്ന് ചാടാനുള്ളൊരു ശ്രമം നടത്തിയാൽ. എനിക്ക് ആദ്യം അണ്ണ ഇറങ്ങി നോക്കി, എന്നിട്ട് കയറിട്ട് കൊടുക്കാം. അരിഞ്ഞാണോ എത്ര എണ്ണം ഉണ്ട്? ആകെപ്പാടെ ഒരു മുക്ക് കൊണ്ട് ഉണ്ടായിരുന്നു, കൊണ്ടുവന്ന് പണയം വെച്ചില്ല. ഇനി ചോദിച്ചാൽ എന്റെ ഒന്നും എടുത്തു തരാൻ. എന്റെ അരിഞ്ഞാണോ അല്ലേ, ഇതിനെത്ര അരിഞ്ഞാണോ ഉണ്ടെന്ന്? നിങ്ങളല്ലേ ആദ്യം ചാടിയത്, അപ്പൊ എണ്ണി കൂടെ ആയിരുന്നാ? ഞാൻ ചാടുമ്പോ അങ്ങനെ എണ്ണിപ്പോ കയറെടുത്തിട്ട് കൊടുക്കടി. ഒരു കാര്യം ചെയ്യാം, ഈ വടം ഇട്ട് കൊടുത്താലാ? സാറേ പടം വരുന്നുണ്ട്. സാറേ എങ്ങനെയെങ്കിലും പിടിച്ചു പറിക്കോ. പിടി, പിടി, പിടി. കാണാനില്ല. സാറേ, വാ. വാ. അയ്യോ 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 മനുഷ്യ, സാറ് വെള്ളത്തിൽ പോയപ്പോ സാറിന്റെ മാംസം മൊത്തം വെള്ളത്തിൽ അലിഞ്ഞു പോയി, അസ്ഥി കൂടെ മാത്രം വന്നിരിക്കണ്. ചേമ്പല പുഴുങ്ങി, അതിന്റെ പുറകിൽ ആളുണ്ട്, നോക്ക്. ഈ സാറുണ്ടായിരുന്നു. സാർ ക്ഷമിക്കണം സഹോദരി, നിങ്ങളുടെ ഭർത്താവിന്റെ അസ്ഥി കൂടെ മാത്രം കിട്ടും, മാംസം സംരക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. സന്തോഷത്തോടെ ഇന്ന് ബർത്ത്ഡേ കേക്ക് അങ്ങനെ ഇത്. സാറേ, എന്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല, ജീവനോടെ നിൽക്കുന്ന മനുഷ്യനെ കണ്ടു. ഒരു സെൽഫി സാർ ഒന്ന് അടങ്ങി ആദ്യം അവിടെ നിൽക്ക്, എന്നിട്ട് ഞാൻ പറയുന്ന ആദ്യം കേക്ക്. സാർ ആദ്യം ഇവിടെ വന്നില്ലേ, അപ്പൊ എന്റെ ഭർത്താവ് കിണറ്റി വീഴുന്നു എന്ന് പറഞ്ഞു മുമ്പേ സാറെടുത്ത് ആറ്റിച്ചാടി. അപ്പൊ പിന്നെ എന്തിനെ കിണറ്റി ചാടിച്ചു? എന്റെ സാറേ, എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കരയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞപ്പം സാറ് വീണ്ടും അല്ലെ കറക്കി വിട്ട പമ്പരങ്ങൾ കല്ലെടുത്ത് അതിനകത്ത് ചാടിയത്. ഓ, എന്റെ ഭാര്യ എപ്പോ നോക്കിയാലും പറയും ഇയാള് എടുത്തുചാട്ടക്കാരനാണ്. എന്നാ പിന്നെ എന്താ ഇത് സ്കെൽട്ടൻ അല്ല, മുരിങ്ങയ്ക്കല്ലെന്ന് എനിക്കറിയാം. എന്താ ഇത്? സാറേ, ഇത് അഗസ്ത്യാർ കൂടാം. അസ്ഥി കൂടാം. ഇത് എങ്ങനെ നിങ്ങളെ കിണറ്റിൽ വന്നു? അത് സാറ് പൊക്കി എടുത്തോണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടു. അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കിണറ്, നിങ്ങൾ ആരെയോ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടു. അനാവശ്യ അസ്ഥി കൂടാണത്. അനാവശ്യം പറയരുത്. ഞാനൊരു കാര്യം പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് അപ്പുറത്തെ ശാന്ത ചേച്ചിയെ കാണാതായില്ലേ, ഇനി അവരെ ബോഡി അങ്ങനെ ഈ കിണറ്റിനകത്ത് വന്നതായിരിക്കും അണ്ണാ. ശാന്തയുടെ അസ്ഥി കൂടെ ഇതല്ല, ശാന്തയുടെ അസ്ഥി വരെ എനിക്കറിയാം. ശാന്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേ ഈ നടുവിനൊരു അങ്ങനെ ഇതിനുള്ളത് ഞാൻ പിന്നെ തരാൻ കേട്ടാ. ഞാൻ ഇത് എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? അതെ, ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി സാറ്. സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. എവിടുന്ന് വന്നോ എങ്ങുന്ന് വന്നോന്ന് അറിയത്തില്ല, ഊരും അറിയത്തില്ല, പേരും അറിയത്തില്ല. ആരുമില്ല എന്ന് പേടിക്കണ്ട, സമാധാനിക്കുക. ഞങ്ങൾ എല്ലാരും ഉണ്ട്. അങ്ങനെ സമാധാനിപ്പിക്കാനല്ല പറഞ്ഞേ, പിന്നെ ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അത് ഞങ്ങൾ സാറിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. സാറല്ലേ ഇത് കൊണ്ടുവന്ന്, ഞാൻ പോലീസിനെ വിളിക്കാം. സാറിന് സമാധാനം പറയണം. ഞാൻ വിളിക്കാം. പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ ഞാനാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ പ്രശ്നം എന്റെ തലയിലായില്ലേ, അപ്പൊ ഞാനത് എടുത്തു. അത് തന്നെ കൊണ്ടുവന്നു. സേഫല്ലേ? സേഫല്ലേ? ഞാനും സേഫാണ്. വേറൊരു കാര്യമുണ്ട്, ഈ അസ്ഥി ആരുടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് സമാധാനം പറയും? നിന്റെ കഞ്ഞികലത്തിലൊന്നല്ലോ, കിണറ്റിലല്ലേ, അവിടെ കിടന്നോളും. അങ്ങനല്ല സാറേ, ഈ അസ്ഥി കൂടെ ആരാണെന്നൊക്കെ എന്താണെന്നൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ചിലവരുണ്ട്. അവർ ചോദിക്കും ഈ അസ്ഥി കൂടെ എന്തിനു ഇവിടെ കൊണ്ടിട്ടു, എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? അതെ, ഇപ്പൊ കളിച്ച് 10-15 മിനിറ്റ് ആയി. ഇനി അഥവാ ആരെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇത് എന്താണ്, ഏതാണ്, ആരുടേതാണെന്ന് നമുക്ക് പറയാം. അതുവരെ വെയിറ്റ് ആൻഡ് സീ. ഒരു രക്ഷയില്ലായിരുന്നു. നല്ലൊരു കൈഡി വരട്ടെ, ഇടില്ലായിരുന്നു. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. കാര്യം എല്ലാം മറന്ന് ചിരിക്കാനും കൈയടിക്കാനും ഒരു 10 മിനിറ്റ് സമ്മാനിച്ചു. അതിൽ പ്രധാനമായിട്ട് എല്ലാ വിഭവങ്ങളുണ്ട്. കാര്യം നിങ്ങൾ വന്ന് തുടങ്ങിയ ടൈമിംഗ് തൊട്ട് കൗണ്ടറുകളുടെ മഴ ഒരു സൈഡിൽ പോകുന്നു. പിന്നെ അതിനുശേഷം സുധീഷ് ഇങ്ങോട്ട് വന്ന് സുധീഷിൻ്റെ ഒരു പ്രകടനം അങ്ങ് ഏറ്റെടുക്കുന്നു. ചിത്തൻ്റെ കൗണ്ടറുകളൊക്കെ ഭയങ്കര. കാര്യം ഒരു സാധനം കിണറ്റിന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. കയറി വരാൻ ഞാൻ കുവൈറ്റ് നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു. കാര്യം നമ്മൾ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ഉള്ള കൗണ്ടറുകൾക്കൊക്കെ ഒരു പ്രാധാന്യം കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻസാണ്. ഭയങ്കര രസം. അത് വന്നു, സുധീഷ് ഇവിടെ വന്നു, നേരെ സുധീഷിന് 2 ചാട്ടം, ഒരു രക്ഷയില്ല. ആ പുഴയിലേക്കുള്ള ചാട്ടവും അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോഴാണ് എണ്ണയൊക്കെ പുരട്ടി പുള്ളി ഏതോ കുളിക്കടവിൽ പോയി ആരുമില്ലാത്ത കുറേ പെണ്ണുങ്ങളെ കയറ്റിവിട്ട് പാവാടയൊക്കെ ഇട്ട് പുള്ളി തിരിച്ചു വരുന്നു. ഇതൊക്കെ നമുക്കൊരു കഥ പോലെ തോന്നുക. പിന്നെ അടുത്ത മൊമെൻറ്റിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭർത്താവ് നിൽക്കുന്നു, ചാടുന്നു. ഒരു ഭയങ്കര രസമുള്ളൊരു കഥയായിരുന്നു കേട്ടോ. അത് ഓർത്തിരിക്കുന്നൊക്കെ ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു വിഭവം
നല്ല രസമായിട്ട് നിങ്ങൾ തകർത്ത് ചെയ്തു എന്നുള്ളതാണ്. ഇനിയും നിങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അസീസിക്ക, എൻ്റെ പൊന്നു സുധീഷേ, എനിക്ക് വയ്യാട്ടോ. ഞാൻ മണ്ട മറിഞ്ഞെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. ഇലയിട്ടിട്ട് കിച്ചടി പച്ചടി അതിട്ട് അവസാനം കൊണ്ട് ചോറും പരിപ്പും ഒരു രസം തന്നെയായിരുന്നു. ഒരു ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടാ. ഗ്രൂമേഴ്സാണ് നമ്മുടെ ഈ 2 ചാട്ടത്തിന്റെ കാര്യം പ്ലാൻ ചെയ്തത്. ആണല്ലേ? ഗംഭീര. ശശാങ്ക, ഈ ഒരു സബ്ജക്റ്റ് പല രീതിയിലും പല സ്കിറ്റുകളും ചെയ്തിട്ടുള്ളതാണ്. വരുന്നു ഫയർഫോഴ്സ് വരുന്നു. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പറയണ്ടേന്നൊരു പോക്കങ്ങ് പോയടാ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നീ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളെ പിന്നെ രണ്ടാമത് ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാം. പക്ഷെ സുധീഷെ ശരീരം നോക്കണം കേട്ടോ. ചിത്താ പോളിച്ച് കേട്ടോ. പിന്നില്ലേ അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസീർക്ക. ചിത്തനൊഴിച്ച് നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണോ അതോ ഇതിനു മുമ്പ് നമ്മുടെ അല്ല, നമ്മൾ കഴിഞ്ഞ പഴയ സിനിമ സത്യം. അതാണ് ഫിഗർ മനസ്സിലാകാഞ്ഞത്. ആ ഫിഗർ സത്യന്റെ ഫിഗറാണ് മനസ്സിലാവാത്തത്. അല്ലല്ല, ഇവരെ അന്ന് വേറെ വേഷത്തിലായിരുന്നു, അതുകൊണ്ട് മനസ്സിലായില്ല. അളിയന് നിനക്ക് കയറി സ്കിറ്റ് ചെയ്യാൻ പാടില്ലടാ. നല്ല കൗണ്ടർ അവിടെ സ്കിറ്റ് രണ്ടുപേരെ അറേഞ്ച് ചെയ്ത് തരാൻ വേണം. രണ്ടുപേരും അറേഞ്ച് ചെയ്യണതിന് നിങ്ങൾ രണ്ടുപേർക്ക് വന്നാ പോരെ? ഇല്ല, ഞങ്ങൾക്ക് ഈ ടേബിൾ ഉണ്ട്. അത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് ആദ്യം ഒരു കുറച്ച് ഭാഗം കണ്ടപ്പോൾ ഇത് ചെയ്യുമെന്നൊരു ധാരണയിലാണ് ഇരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഭാഗം അതിന് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. പിന്നീട് സുധീഷ് വന്നതിന് ശേഷമാണ് ഈ സാധനം കയറിയത്. ആ 2 ഡൈവിംഗ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ സാധനം പിക്കപ്പായത് സത്യം പറഞ്ഞാൽ. അല്ല, നിങ്ങൾക്കും അത് മനസ്സിലായി കാണുമല്ലോ. ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ആ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നിന്നാണ് ഇത് കയറി തുടങ്ങിയതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് കയറിയത്. ഒരു കാര്യമില്ലാതെ വന്ന് ചാടുക എന്ന് പറഞ്ഞാൽ ഒരു ബോധം ഇല്ലാത്തൊരു ഫയർ ഓഫീസറാണ് വന്നതെന്നുള്ള മനസ്സിലാവും. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അവർ തന്നെങ്കിലും, അതായത് ഗ്രൂമേഴ്സ് ഒരു സബ്ജക്റ്റ് നമുക്ക് തന്നെങ്കിലും അത് കളിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് ആർട്ടിസ്റ്റിൻ്റെ കഴിവ് മാത്രമാണ്. അത് നിങ്ങൾ തെളിയിച്ചു. നമ്മൾ കൊണ്ടുവരുന്ന സ്കിറ്റ് നല്ലതല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പം അവർ പറയുന്ന അവരുടെ സജഷനോടെ എടുത്തിട്ട് നമുക്കും അവർക്കും നല്ലതാണെന്ന് തോന്നുന്നത് കയറി കളിക്കുക, കൈ നിറയെ കാശുമായിട്ട് ഇവിടെ നിന്ന് പോകുക. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, വീണ്ടും ഇതുപോലുള്ള സ്കിറ്റുകളായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. എന്നാ പിന്നെ ഇങ്ങനെ വാങ്ങിക്കാം അല്ലേ കൈയോടെ. അസീസ്ക്ക എത്ര മാർക്ക്? ഞാൻ 12. 12,000 രൂപ. ആ പോരട്ടെ. അടുത്ത ഞാനൊരു 13. ഓ, ടോട്ടൽ 25,000 രൂപ ആയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. ഏട്ടാ പാർട്ട് 2 പ്രതീക്ഷിച്ചുകൊണ്ട് 60,000 രൂപ. അടിപൊളി അടിപൊളി. ആവട്ടെ, ഈ ഒരു പച്ചയിൽ പോട്ടെ. അടുത്തത് 75,000 1 ലക്ഷം ഒക്കെ വാങ്ങിക്കട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ശരി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ എന്നാ പിന്നെ ഇങ്ങനെ വിളിക്കാം അല്ലേ? തീർച്ചയായും. ഓക്കെ, ശംഭു, സെൽവരാജ് ആൻഡ് ശ്യാം. ടീം എസ്. ഹലോ അമ്മ, എന്തമ്മ പപ്പിപ്പട്ടി ആരെ കടിച്ചെന്ന്? എൻ്റെ അമ്മ പപ്പിപ്പട്ടിയെ ഒന്നും പറയല്ലേ അമ്മ. അമ്മയ്ക്കറിയാല് എനിക്ക് ഈ സൗഭാഗ്യം മൊത്തവും കൊണ്ടുവന്നത് എൻ്റെ പപ്പിപ്പട്ടിയാണ്. അതുപോലെ മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ പപ്പി എന്ന് പേരുള്ളൊരു ഭാര്യയും എനിക്ക് കിട്ടി. അവൾ പ്രസവിക്കാൻ വേണ്ടി ഇവിടെ കിടക്കുന്നു. അമ്മ പപ്പിപ്പട്ടി ആരെങ്കിലും കടിച്ചെന്നും പറഞ്ഞ് ദ്രോഹിക്കാൻ പോവല്ലേ അമ്മ? ഒന്നാമത് ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ശരി അമ്മ, ശരി. ഓ, 6:30 മണിക്ക് കയറ്റിയ തിയേറ്ററാണ്. ഇതുവർക്കും പ്രസവം നടന്നില്ല. ഇത് എന്തോന്ന് തിയേറ്റർ ഇത്? ഹലോ, ഓ, കൃത്യസമയത്ത് ഷോ തുടങ്ങാൻ വേണ്ടി ഇത് സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓ, എനിക്ക് മനസ്സിലായില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അകത്തോട്ട് കയറി എന്റെ പപ്പിയെ ഒന്ന് കാണും. അകത്തോട്ട് കയറാൻ പറ്റൂല. സൂസൻ മേഡം പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരകത്ത് കയറ്റി വിടരുന്നതാണ്. ഇത് എന്തോന്ന് ന്യായം ഇത്? ഇതേ സൂസൻ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഗർഭിണിയായ സ്ത്രീയുടെ കൂടെ എപ്പോഴും വേണം, സംരക്ഷണം കൊടുക്കണം, ആഹാരം കൊടുക്കണമെന്ന്. മാഷെ ഒന്ന് കേക്ക്. ഒന്നും കേൾക്കാതെ നിൽക്കുന്നു. അതേ ഡോക്ടർ തന്നെ പറയും നമ്മൾ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കയറരുതെന്ന്. ഇത് എവിടുത്തെ ന്യായം മാഷേ? ചുമ്മാതെല്ലാം പണ്ടുള്ളവർ പറയരുത്. പാലം കിടക്കണോളം നാരായണ പാലം കിടന്നപ്പം കാച്ചാണിന്ന്. കാച്ചാണി എന്നല്ല, കൂരാണി എന്നാണ്. അപ്പൊ നിന്റെ വായിക്കകത്ത് നാക്കുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ നീ പടക്കം നോക്കി യന്ത്രങ്ങൾക്ക് ഒരു സ്ഥലത്ത് നോക്കിക്കൊണ്ടിരിക്കല്ലിരുന്ന. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അകത്തോട്ട് കയറും. ഇവിടെ അകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന്. അതെന്ത്? ഇവിടെ രോഗികൾ അവിടെ മയക്കി കിടത്തിയിരിക്കുകയാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. എന്തിനാണ് ഇങ്ങനെ മയക്കി കിടത്തുന്നത്? അത് അറിഞ്ഞൂടെ? ഈ മയക്കി കിടത്തിയില്ലെങ്കിൽ ഈ രോഗികൾ ഈ ഓപ്പറേഷൻ കണ്ടുപഠിക്കും. വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്തെ ഇവര് കയറി കൊച്ചു കൊച്ചു ഓപ്പറേറ്റ് ഇവരങ്ങ് ചെയ്യും. അപ്പൊ ഡോക്ടറെ പണി പോകും. അങ്ങനെയാണല്ലേ? മീശ എന്ത് വിടാ? മീശ ഇവിടെ നിർത്തി ഇവിടെ വെച്ച് കഴിഞ്ഞാലേ പിരിയത്തിന് ഈഗോ അടിക്കും. അത് ഇവിടെ തന്നെ ഇരിക്കും.
തമാശ അതല്ലെന്ന്. സെക്യൂരിറ്റി എന്ത് ഇവിടെന്ന് സംഭവം എന്നറിയുമോ? ഭയങ്കര ടെൻഷൻ, ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയല്ലേ. ടെൻഷൻ അടിക്കേണ്ട ഭായി, ഇതൊക്കെ നമ്മൾ എത്ര കഴിഞ്ഞത്. എത്ര എണ്ണം പറ്റ് ഇത്രയും വല്ലതും ഉണ്ടായിരുന്ന? അതല്ലെന്ന്, നമ്മളിത് സ്ഥിരം കാണുന്നതല്ലേ, അതുകൊണ്ട് വിഷയമാക്കണ്ടെന്ന്. ഓ അങ്ങനെ ടെൻഷൻ അല്ല ഞാൻ. അതങ്ങനല്ലേ അത്. അങ്ങനെ അതാണ് കറക്റ്റ് സാധനം. അയ്യോ അങ്ങനെയല്ല മുതലാളി, ഞാൻ മുണ്ടൂര് വിജയൻ. നീ മുണ്ടൂര് വിജയ്ക്ക് നിക്കറൊരു തൂറ് എനിക്കറിയുന്ന കാര്യമില്ല. അയ്യോ ഞാനേ നിങ്ങളുടെ വീട്ടിൽ മരം വെട്ടാൻ വേണ്ടി വന്ന മുണ്ടൂര് വിജയൻ. ഓ മുണ്ടൂര് വിജയൻ, സുഖമായിരിക്കുന്നോ വിജയ? എങ്ങനെ സുഖമായിരിക്കും? എന്നെ നിങ്ങളുടെ വീട്ടിലെ പട്ടി ചന്ന പിന്നെ കടിച്ചില്ലേ? എന്റെ നാട്ടിൽ ഇവിടുന്ന് ഒരുണ്ട മാംസം പട്ടി കടിച്ചെടുത്തോണ്ട് പോയി. എന്റെ ഇപ്പൊ ഈ ഭാഗം 10 എന്നാണ് അറിയപ്പെടുന്നത്. അതെങ്ങനെ 10 കിടക്കിരിക്കും? എങ്ങനെ 10 കണക്കിരിക്കുമെന്നാ? മുതലാളിയുടെ ദാണ്ട് ഈ ഭാഗത്തുനിന്ന് ഒരുണ്ട മാംസം പട്ടി കടിച്ചെടുത്തോണ്ട് പോണം. അപ്പം മുതലാളി കണ്ണാടി എടുത്ത് വെച്ച് നോക്കുമ്പോ ഒരു 10 കാണാം. ഒരിക്കലുമില്ല. ഞാൻ അതല്ല ആലോചിക്കുന്നത്. എന്ത്? എന്റെ പപ്പി നിന്നെ എന്തിന് കടിച്ചു? ഞാൻ ഒരു സംബന്ധ ആലോചന കൊണ്ട് കൊടുത്തായിരുന്നു. പപ്പിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് കടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം മുതലാളി? ഈ എന്നെ കടിച്ച് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. നഷ്ടപരിഹാരം ഒന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും. ഡോക്ടറെ പോയി കണ്ടായിരുന്ന? ഡോക്ടറെ കണ്ടായിരുന്നു, അത് അതിനെക്കാട്ടിയും വലിയ ഇത്. ഓ ഡോക്ടറെ ചെന്ന് കാണാൻ നേരത്തിന് ഡോക്ടർ മൊത്തം കുറെ ഡോക്ടർമാർ എന്റെ ഈ 10ന്റെ ചുറ്റും അങ്ങ് കൂടി. എന്നിട്ട് ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ നോക്കിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതെന്തോന്ന്, എന്റെ പപ്പി നിന്റെ കടിക്കാൻ വന്നപ്പോ അവിടെ എന്തെങ്കിലും എഴുതി ഒട്ടിച്ചിട്ട് വന്നായിരുന്ന? ഇല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് കഴിഞ്ഞപ്പം വേറൊരു മെയിൻ ഡോക്ടർ വന്നിട്ട് പറയുന്നു, ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ ഡോക്ടറാണെന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഡോക്ടറേറ്റ് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ ഈ 10-ലുണ്ടെന്ന്. അപ്പോഴും നീയാണ് വിജയ മണ്ടൻ. എന്ത്? നിനക്ക് അവിടെ ഒരു സെൽഫി എടുത്തിട്ട് അത് നോക്കി എഴുതി പഠിച്ചെങ്കിൽ നിനക്ക് ഇപ്പൊ ഒരു ഡോക്ടർ ആയിക്കൂടായിരുന്നു. നമ്മൾ ബുദ്ധിയായിട്ട് ചിന്തിക്കും വിജയ. എനിക്ക് എന്തായാലും നഷ്ടപരിഹാരം തന്നേ പറ്റൂ. 10 പൈസ ഞാൻ തരത്തില്ല. ഒന്നാമത് ഞാൻ ടെൻഷനിൽ നിൽക്കണം. വിജയം പോ. എനിക്ക് നഷ്ടപരിഹാരം താ മുതലാളി. ദൈവം എന്ന് പറഞ്ഞ ഉണ്ട് മുതലാളി. 10 പൈസ ഞാൻ തരത്തില്ല. ദൈവം എന്നൊരു സാധനം ഇല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? എടാ, നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിൽ സ്വന്തമായിട്ടൊരു വഴിപാട് കൊടുത്തവനാണ് ഞാൻ. അതെങ്ങനെ? ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ തൊഴുവാൻ ചെന്നപ്പോ ഷർട്ട് ഇട്ടോണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ ഷർട്ട് ഊരി ഒരു പേരക്കമ്പിൽ തൂക്കിയിട്ടു. എന്നിട്ട് ഞാൻ കയറി തൊഴുതിട്ട് ഇറങ്ങി വന്നപ്പം വേറൊരുത്തൻ ഷർട്ട് ഊരി പേരക്കമ്പി ഊരി ഇടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ വേറൊരുത്തൻ കൊണ്ട് പേരക്കമ്പിൽ ഷർട്ട് ഊരി ഇടുന്നു. ഇപ്പൊ ആ അമ്പലത്തിലെ മെയിൻ വഴിപാട് എന്താണെന്ന് അറിയാമോ? പേരക്കമ്പിൽ ഷർട്ട് ഊരി ഇടക്കാം. അതുകൊണ്ട് നീ അത് പറയരുത്. പോ മോനെ, 10 പൈസ ഞാൻ തരത്തില്ല. എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ മുതലാളി. 10 പൈസ ഞാൻ തരത്തില്ല. എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന്. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച എനിക്ക് പ്രസവിക്കണ്ടേ? അപ്പൊ അല്ല, പെണ്ണുങ്ങൾക്ക് ഇവിടെ പ്രസവിക്കണ്ടേ? ഇതെന്ത് ന്യായം? അകത്ത് പെണ്ണുങ്ങൾ പ്രസവിക്കാൻ കിടക്കുമ്പോ ആണുങ്ങൾക്കല്ലേ ടെൻഷൻ? പിന്നെ അത് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. എന്തോന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നാ? ഇവിടെ നിങ്ങൾക്കൊക്കെ മുമ്പ് ഞാൻ കല്യാണം കഴിക്കാൻ പോയത് തന്നെ. 3 കുട്ടികളൊരു പെണ്ണ് കല്യാണം കഴിക്കാൻ പോയി, പക്ഷെ നടന്നില്ല. എന്റെ അടുത്ത് താലി കെട്ടാൻ വേണ്ടി കല്യാണ പെണ്ണിന്റെ അടുത്തിരുന്നു. അപ്പൊ അവളെ മൂത്ത കൊച്ചൊരൊറ്റ കരച്ചില്. എന്നിട്ട് ആ പെണ്ണ് പറയാണ്, ചെറുക്ക ഇനി നീ കരഞ്ഞു കഴിഞ്ഞാ അമ്മച്ചിന് അടുത്ത കല്യാണത്തിന് കൊണ്ടുപോകത്തില്ലെന്ന്. അങ്ങനെ പറഞ്ഞു. നമ്മളെ വീട്ടിൽ പോയപ്പോ പപ്പിയായിട്ട് എന്തോ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? എന്തോ സംഭവം? അല്ല, ഞാൻ ഈ മരം മുറിച്ചിട്ട് നിൽക്കുമായിരുന്നു. നിൽക്കുന്ന സമയത്ത് പപ്പി കുളിച്ചിട്ട് വന്ന ഒരു വരവാന്ന് തോന്നുന്നു. ഞാൻ ഈ കണ്ടപ്പോ ഇഷ്ടത്തോടെ ഞാൻ പപ്പിയെ തലയിൽ ഇങ്ങനെ ഒന്ന് തലോടിയത് മാത്രം ഓർമ്മയുണ്ട്. അത് വിജയ സംഭവം എന്തെന്നറിയോ? പപ്പിക്ക് അതൊന്നും ഇഷ്ടമല്ല. ഞാൻ പോലും കുളിച്ചിട്ട് വരുമ്പോ അങ്ങനെ ചെയ്യാറില്ല. പപ്പിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പപ്പിയുടെ ചെവിയുടെ ഈ ഭാഗത്ത് ചെറിയൊരു ഉമ്മ കൊടുത്താ പപ്പി അവിടെ അടങ്ങി നിൽക്കും. അത്രേ ഉള്ളൂ. സ്വന്തം ഭാര്യയുടെ ഇഷ്ട സ്വിച്ച് പറഞ്ഞു കൊടുക്കുന്ന കോന്ത ഭർത്താവ്. അത് മാത്രമല്ല, നിന്നെ പപ്പിക്ക് പരിചയമുണ്ടോ? ഇല്ല. അതാണ് വിഷയം. എടാ, നമ്മളെ വീട്ടിലെ ഡ്രൈവർ ഷിബു 10 ദിവസമൊക്കെ അല്ലേ പപ്പിയെ വീട്ടിൽ കൊണ്ടു നിർത്തുന്നത്? ഒരു കുഴപ്പമില്ല. ഓ, ഇവൻ ഭർത്താവല്ല, മാമ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. പപ്പിന് 8 പല്ലാണ് താന്നേക്കുന്ന, അറിയാവോ? അയ്യേ, ഇങ്ങനെ ആക്രാന്തമുള്ള പെണ്ണുങ്ങളുണ്ടാ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്കി, ഞാൻ പോയി ഇത്തിരി കഞ്ഞിവെള്ളം മേടിച്ചോണ്ട് വരട്ടെ. പോലെ നഷ്ടപരിഹാരം ഞാൻ വന്നിട്ട് തരാം. കഞ്ഞിവെള്ളം മേടിക്കാൻ പോണ? കഞ്ഞിവെള്ളം മേടിക്കാൻ പോയി ഇവിടെ ആര് കിടക്കുന്നു? കഞ്ഞിവെള്ളം മേടിക്കാൻ എന്താണെന്നറിയാമോ? ഇനി കടിക്കാൻ ബലം വേണ്ടേ? അതിന് കഞ്ഞിവെള്ളം മേടിക്കാൻ പോയിരിക്കുകയാണ്. മനസ്സിലായില്ല. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിന്നെ കടിച്ച പപ്പി ഇതിനകത്ത് പ്രസവിക്കാൻ കിടക്കുകയാണെന്ന്. അതെങ്ങനെ? എന്നെ കടിച്ചോടനെ നേരെ പ്രസവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നു. അല്ല, കടിച്ച സമയത്ത് അങ്ങനെ ഒരു ഇതിലായിരുന്നു. ഇത് ആര് കൊണ്ടുവന്ന ഇവിടെ? ആ പോയ പുള്ളിക്കാരൻ തന്നെ കൊണ്ടുവന്നത്. അത് ശരി. അപ്പൊ അതിനൊക്കെ കാശുണ്ട്. നമുക്കൊരു കടി കിട്ടി കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല. ചേടാ, എന്നാലും എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത്? ഇവിടെ ഫുൾ ഫെസിലിറ്റി ഉണ്ടെന്ന് മേനകാന്തി ഇത് അറിഞ്ഞായിരുന്ന? അവരറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആപ്പിൾ ഓറഞ്ച് കൊണ്ടുവരുമായിരിക്കും. ശരിയാണ്, അവർക്കും ഇതൊരു ഗമയാണല്ലോ.
വിജയ ഭയങ്കര ടെൻഷൻ വിജയ. ചൂട് കഞ്ഞി വെള്ളം കിട്ടിയില്ല വിജയോ. എങ്ങനെ ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ലാത്ത പൈസ ചെലവാക്കാൻ ഉണ്ടല്ലോ മുതലാളിക്ക്. എന്തിനടാ? എന്റെ കാര്യമല്ലേ, ഞാൻ പൈസ ചെലവാക്കിയല്ലേ പറ്റത്തുള്ളൂ. കാര്യോ? പിന്നെ ഇപ്പം തന്നെ അവളെ അച്ഛനും അമ്മയും കൂടി വരുന്നുണ്ട് കേട്ടാ. അച്ഛനും അമ്മയും പറഞ്ഞ? ഓ അയ്യ അതെങ്ങനെ? വിജയ, നമ്മൾ 9-ാം മാസത്തിൽ പലഹാരം കൊണ്ടുവരുന്ന പരിപാടിയില്ലേ, അടിപൊളിയായിട്ടല്ലേ അവരുടെ വീട്ടുകാർ നടത്തി തന്ന. എന്റെ ദൈവമേ, ഇതെങ്ങനെ പലഹാരവും കൊണ്ടുവരുന്ന? എനിക്ക് തോന്നുന്നു ഓരോരുത്തരായിട്ട് കടിച്ചോണ്ട് വരുമായിരിക്കും. ഇതെങ്ങനെ? എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിരിക്കുമോ കരയൂ? സാധാരണ കുരയ്ക്കാറാണ്. എനിക്കറിഞ്ഞൂടാ അല്ലാതെ എങ്ങനെയാണെന്ന്. എന്തോ? അല്ലല്ല, ചിരിക്കാണ്. അത് മാത്രമല്ല വിജയ, അവൻ ജനിച്ചു വരുമ്പോ നല്ലൊരു വിദ്യാഭ്യാസം അവന് കൊടുക്കണം. നല്ലൊരു സ്കൂളിൽ എനിക്ക് അവനെ ചേർക്കണം. എത്ര വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാലും ബൗ ബൗ തന്നെ, അതിനപ്പുറം ഇല്ല. അറിയാവുന്ന അത്രേ ഉള്ളൂ. അതല്ലെന്ന്, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് അവനെ എനിക്കൊന്ന് പഠിപ്പിക്കണം. ശരി, ഏത് മീഡിയം എന്നായാലും ബൗ ബൗ തന്നെ നടക്കട്ടെ. നീ എന്തോടാ പറയുന്നത്? അല്ലല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. എനിക്ക് അതല്ലത്, 12:30 മണി കഴിഞ്ഞ ഒരു നാളെ അങ്ങോട്ട് മാറും. ഈ പൂരം കിട്ടാൻ എന്ത് ചെയ്യണം? പൂരം കിട്ടണമെങ്കിൽ നമ്മള് തൃശ്ശൂരത്തെ MBയെ വിളിച്ചു ചോദിക്കണം. പുള്ളി ഈ തൃശ്ശൂർ എടുത്തു വെച്ചേക്കാണല്ലോ. അപ്പൊ ഈ പൂരം ലേലത്തിന് വെക്കാൻ സാധ്യത ഉണ്ട്, നമുക്കൊന്ന് പിടിക്കാൻ പറ്റും. നീ പിടിക്കാൻ നടക്കും. ഇവനേത് പൂരത്തിന്റെ കാര്യം പറയുന്നത്? അല്ല സാറേ, പപ്പിക്ക് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആരാണ് ഈ ക്രോസ് മാച്ച് ചെയ്യണേ? അയ്യോ, ഞാൻ ഇത്തരം പരിപാടികൾ ഒന്നും ചെയ്യുന്ന ആളല്ല. ക്രോസ് മാച്ചിന്റെ ആളാണ് ദോ ഇരിക്കുന്ന ഇവരൊക്കെ. ഈ കക്ഷി ക്രോസ് മാച്ചിന്റെ ആളാണ്. എനിക്ക് കുഞ്ഞു ജനിച്ചേ, എനിക്കൊരു കുഞ്ഞു ജനിച്ചു, ഞാനൊരു അച്ഛനായടാ. വിജയ, വന്നെ കുഞ്ഞിനെ ആദ്യമായിട്ട് നോക്കടാ. ഒന്നേ ഉള്ള, സാധാരണ ആണെങ്കിൽ 4-5 വിജയമ്മാമനെ കണ്ടടാ മക്കളെ. വിജയമ്മാമൻ നാണ്ടോ വന്ന് നിൽക്കണടാ. വിജയമ്മാമനെ നോക്കടാ. കേട്ടോ, നിങ്ങൾ എന്തോ പറഞ്ഞത്? നിങ്ങളെന്നെ പറഞ്ഞേ എന്നെ കഴിച്ച പപ്പി ഇവിടെ പ്രസവിച്ചെന്ന്. നല്ലൊരു ആകുഞ്ഞല്ലേ അങ്ങനെ കൈയിരിക്കുന്ന? പിന്നെ ആകുഞ്ഞാൽ മുതുക്കനെ പ്രസവിച്ചു തരും. അതെങ്ങനെ? അതെങ്ങനെ? അതങ്ങനെയാണ് മുതലാളി. ഓ, ഇവിടെ ആരാണ് പ്രസവിച്ച? പപ്പി. എന്നെ കടിച്ചത് ആരാണ്? പപ്പി. ഈ കുഞ്ഞിന്റെ അമ്മ ആരാണ്? പപ്പി. ഈ പപ്പി നല്ലാതെ ഒന്നും വായിന്ന് വരില്ല. വരാലോ, പപ്പീരെ കൊച്ചപ്പി. നിങ്ങൾ ആരാണ്? പാപ്പി. പപ്പി. പപ്പി. അതെങ്ങനെ ശരിയാവും? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ല. നിന്നെ എപ്പോഴാണ് പപ്പി കടിച്ചത്? പപ്പി എന്നെ രാവിലെ കടിച്ചു. മുതലാളി, പപ്പി അഡ്മിറ്റ് ആക്കിയിട്ട് എത്ര ദിവസമായി? 2 ദിവസമായി. അപ്പൊ നിന്നെ ഇന്നല്ല കടിച്ചത്? 2 ദിവസം മുന്നെയാണ് കടിച്ചത്. ഇന്ന് കടിച്ച പപ്പി എങ്ങനെ എന്നെ 2 ദിവസം മുമ്പ് കടിക്കുന്ന? എന്തോ ബഹളം? ഇയാള് പറഞ്ഞു എന്നെ കടിച്ച പപ്പി ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നു. ആ പപ്പി പ്രസവിച്ച ഈ കുഞ്ഞ് എങ്ങനെ വരും? നല്ലൊരു ആൺകുഞ്ഞ്. എടാ അതല്ലെന്ന്, നിന്നെ കടിച്ചത് വീട്ടിൽ കിടക്കുന്നത് എന്റെ പപ്പി പട്ടി. ഇവിടെ പ്രസവിച്ചത് എന്റെ ഭാര്യ പപ്പി. അത് സാറേ, എനിക്കിപ്പോ കറക്റ്റ് കാര്യം മനസ്സിലായി. എന്തോന്ന്? വിജയനെ കടിച്ചത് പപ്പിയല്ല, പിന്നെ സാറ്. ഭ്രാന്തെടുക്കാൻ വേണ്ടിട്ട് നഷ്ടപരിഹാരം ഒന്ന് പോണോ അവിടുന്ന്. ആ, എനിക്ക് കറക്റ്റ് കാര്യം ഇപ്പോഴും മനസ്സിലായി. ഇനി എങ്ങനെ കറക്റ്റ് കാര്യം നീ പറ. വിജയനെ കടിച്ചത് പപ്പിയല്ല, പിന്നെ പപ്പിയല്ല പട്ടി. പട്ടിയല്ല പപ്പി. എന്റെ ദൈവമേ, പപ്പിക്കുട്ടിക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ഈ ചിന്തയ്ക്ക് ഒരു നല്ല കൈഡി. അടിപൊളിയായിരുന്നു ഈ സാധനം. ഒരു സാധനത്തിൽ കയറി നിങ്ങൾ പിടിച്ച് ഇങ്ങനെ അങ്ങ് കൊണ്ടുവരും. നമ്മുടെ കാക്കക്കുയിലൊക്കെ നമ്മളെ ജഗദീഷ് ചേട്ടനോടുള്ള ആ സംഭവം പോലെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഒന്ന് കൂടിയിരുന്നെങ്കിൽ കൈവിട്ട് പോയാൽ. നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് തന്നെ ഇത് പേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭയങ്കര രസമായിരുന്നു. സാധാരണ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നേഴ്സുമാർ വരും, അവർ വരും, വരും. ഇവിടെ ഒരു സംഭവമില്ല. സെക്യൂരിറ്റി തന്നെയാണ് അവിടുത്തെ എല്ലാ പണികളും നോക്കിക്കൊണ്ടിരുന്നത്. അവരെ കൊണ്ടുവന്നത് സെക്യൂരിറ്റിയാണ്. അവസാനം സെക്യൂരിറ്റിയുടെ റിലേ പോയതും ഭയങ്കര രസമുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ ഗംഭീരമായ നമ്മളെ സുഹൃത്തുക്കളാണ്. പിന്നെ സെൽവരാജൻ നുണക്കുടി എന്ന സിനിമയിൽ ജിത്തു സാറിൻ്റെ നമ്മളോടൊപ്പം നല്ലൊരു ഉഗ്രം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പോലീസ്. അത് ഭയങ്കര സംഭവം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസ്റ്റർ. ഈ നമ്മൾ ചിരി പടർത്തും, പക്ഷേ ഈ കിളി
പറത്തുക എന്ന് പറയുന്ന സാധനമുണ്ട്. ശരിക്കും അവിടെ നിങ്ങൾ എങ്ങനെ കിളി പോയൊരു സാധനം കളിച്ചോ അതിൻ്റെ എഫക്റ്റ് നമ്മളിലേക്ക് വരത്തക്ക രീതിയിൽ വളരെ മനോഹരമായിട്ട് നിങ്ങളിത് കളിച്ചു തീർന്നു. കാര്യം ഒരു നൂൽപ്പാല ഒരു പപ്പിയെ ബേസ് ചെയ്തൊരു കളിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഈ സാധനം തകർന്നു പോവാം, ഇല്ല ഇത് ഹൈപ്പിലേക്ക് പോവാം. നിങ്ങൾ ഹൈപ്പിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അമ്മാതിരി പെർഫോമൻസ്. തുടക്കം ഒരു സംഭവം ഇട്ടില്ലേ, ആ പപ്പിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും വലുതായത്. അതെ, അതാണ് എനിക്ക് പപ്പി എന്ന് പറഞ്ഞ വൈഫിനെയും കിട്ടിയത്. ആ സാധനം ഇട്ടിട്ട് അടിക്കാൻ വേണ്ടി പപ്പിയല്ല, ഇതൊരു ഹാപ്പി സ്കിറ്റ് എന്ന് പറയാം അല്ലേ? അത്രയ്ക്ക് മനോഹരം, അടിപൊളി. താങ്ക് യു പ്രജോട്ടാ. ഈ സ്കിറ്റ് നിങ്ങളുടെ 3 പേരുടെയും കഴിവിൽ ഓടിപ്പോയൊരു സ്കിറ്റാണ്. കാര്യം ഇത് സൈലന്റ് കളിയാണ്. ഇതിൽ വലിയ ബഹളമോ വെപ്രാളങ്ങളോ ഒന്നുമില്ല. ഒരു ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ലല്ലോ. ഭാര്യയകത്ത് പ്രസവിക്കാൻ കിടക്കുന്ന 2-3 ഭർത്താക്കന്മാരുടെ ടെൻഷന്, ഇതേ മരുന്ന് വാങ്ങിക്കൽ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പ്രസവ വാർഡിൻ്റെ ഒരു സ്കിറ്റിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇത് അതിൽ നിന്ന് മാറ്റർ വിട്ടേച്ചും ഈ പപ്പിയിലേക്കാണ് തിരിഞ്ഞത്. ഈ പപ്പി എന്ന് പറയുന്ന ആ കണ്ടന്റ് എടുത്തത് തന്നെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം എടുത്തൊരു കണ്ടന്റാണ്. ഒരു പട്ടി കടിച്ച് ഒരാൾ ആശുപത്രി വരുന്നു, ആ ആളെ പെണ്ണാണ് എന്നുള്ള ധാരണയിൽ ഈ പുള്ളി നിൽക്കുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുകയാണ് ഈ സ്കിറ്റ്. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അത് കൺഫ്യൂഷൻ അടുപ്പിക്കാതെ എൻഡ് വരെയും അത് ഫോളോ ചെയ്ത് കൊണ്ടുവന്ന് വൈൻഡപ്പ് ചെയ്തതാണ് നിങ്ങളുടെ മിടുക്കെന്ന് പറയുന്നത്. ഗംഭീര സ്കിറ്റായിരുന്നു. ഉള്ള കൗണ്ടറൊക്കെ നല്ലതായിരുന്നു. കുറച്ചുകൂടി കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു സ്കിറ്റുമായിരുന്നു ഇത്. പക്ഷേ ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഉള്ളത് നിങ്ങൾ വൃത്തിയാക്കി ചെയ്തു. ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു നസീർക്ക. അപ്പൊ എന്നാ പിന്നെ നമുക്ക് കാശ് കൊടുക്കൽ ചടങ്ങിലേക്ക് പോവാം. അതെ, ആ ചടങ്ങ് ആരാണ് ആദ്യം? ഞാൻ തന്നേക്കാം. എത്ര ചേട്ടാ? ഞാൻ 11. 11,000 രൂപ. അടുത്ത ആരാണ്? എന്റെ സുഹൃത്തുക്കളായുണ്ട്, ഒന്ന് കൂട്ടി കൊടുത്തു 12. അടിപൊളി. നസീർക്ക ചെലവുള്ളതാ 10ന്റെ ഓപ്പറേഷൻ. 10ന്റെ ഓപ്പറേഷന് കാശിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിനും കൂടെ കൂട്ടി 45,000 രൂപ. അടിപൊളി. അപ്പൊ ഇതേപോലെ ഉഗ്രൻ സ്കിറ്റായിട്ട് അടുത്ത പ്രാവശ്യം വരൂ. താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഒരു 1 മാൻ ഷോ കാണാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട് മോൺസ്റ്റർ. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ബേസിൽ. ബേസിലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ സ്റ്റാർ. കോമഡി സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര അനുഗ്രഹിച്ച ഒരു വേദിയാണിത്. അതങ്ങനെ തന്നെ ആവട്ടെ. പിന്നെന്താണ് ഐറ്റം? ഇന്ന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാഫർക്കാടെ കള്ള് ഷാപ്പാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് ശ്രീകണ്ഠ സാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തമാശയാണ്. നമ്മൾ ഒരിക്കലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിയൽ ലൈഫ്. താങ്ക് യു. അപ്പോൾ ഞാൻ നമ്മുടെ ശ്രീകണ്ഠ സാറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ശ്രീകണ്ഠ സാറിന് മൈക്ക് കൈമാറുക കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും ജാഫറിന്റെ കള്ള് ഷാപ്പിലേക്ക് ഹാർദവുമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു ജാഫറിന് എങ്ങനെയാണ് ഈ പ്രചോദനം കിട്ടിയത്? എന്നതാ നല്ല സൂപ്പർ സാധനമല്ലേ ഇത്? നല്ല ഒന്നാമത്തെ നല്ല നാടൻ കള്ള. പിന്നെ ഞാനെന്റെ അസീസും കൂടെ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ മിണ്ടായിരിക്കണം. പിന്നെ എത്ര അടിച്ചിട്ടുണ്ടോ? ഇപ്പോഴും 500 രൂപ എനിക്ക് തരാണ്ട് പുള്ളി. ഞാൻ രാവിലെ എഴുന്നേറ്റ് പനയെ കയറും, എന്നിട്ട് കള്ളും കുറച്ച് മീന് അതിൻ്റെ കൂടെ അപ്പം പുട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും കഴിയും. അതല്ല എൻ്റെ സൗണ്ട് ഇത്രയും എനർജി. നീണ്ട മിണ്ടായിക്കണേ. അല്ല ഇവൻ കുറച്ചു അടിച്ചിട്ടില്ല. പിന്നെ അല്ലാതെ എന്താ ഇത് വേറെ ലെവലളിയാ അല്ലേ? അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നമുക്ക് ഷൈൻ അടിച്ച് കിണ്ടിയായിട്ട് ഇറങ്ങാണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ ഷൈൻ നോക്കണേ? കാണാമല്ല നസീറെ ഇതെല്ലാം മിണ്ടായിക്കണേ. നസീറിന്റെ ചിരി കണ്ടാ അറിയാം ഫുൾ ടൈം. ഇല്ലട്ടെ, നസീർ കഴിക്കാറില്ല, പ്രശ്നമാണ്. അപ്പോൾ ഷൈന നീ എന്നാ മിണ്ടായിക്കണേ? അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഞാനിവിടെ അവസ്ഥ ആകെ പെട്ടിരിക്കുകയാണ്. ഇത് എന്നാണ് നടക്കണം? നിങ്ങൾ മിണ്ടായിരിക്കണം. ഈ ചേട്ടനെ മിണ്ടായിരിക്കണേ. ചേട്ടാ ഒന്ന് കൈയടിക്കേട്ടാ. നമ്മളെല്ലാവരും നിൽക്കണല്ലേ. ഞാൻ സാധാരണ കള്ളല്ല കുടിക്കാണ്. ഞാൻ അതിലും കൂടിയ സാധനങ്ങളാണ് സാധാരണ അടിക്കാറ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജാഫറൊക്കെ നിർബന്ധിച്ചുകൊണ്ട് 3 കുപ്പി കള്ള് ഞാൻ ഒറ്റയ്ക്ക് അകത്താക്കി. ഇല്ലേ? നമ്മൾ ഒരുമിച്ച് അടിച്ചിട്ടില്ലേ? പ്രചോദനം അടിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. കാരണം എല്ലാവരുടെയും കൂടെ പ്രചോദനം അടിച്ചെന്നാണ് ഏറ്റവും വലിയ കാര്യം. സത്യം പറഞ്ഞാൽ നമ്മുടെ ലാലു അലക്സ് ഇല്ലേ, ലാലുചാൻ ഇല്ലേ, ലാലുചാനും കള്ളുപിടിക്കുന്നു തോന്നുന്നുണ്ടോ? പുള്ളി ഫുൾ ടൈം തന്നെയാണ്. ഞാൻ ഈ ഷാപ്പ് പൊട്ടിക്കും, മരടിലെ ഫ്ലാറ്റ് പൊട്ടിച്ചതുപോലെ ഞാനിത് പൊട്ടിക്കും. എനിക്ക് 2 കുപ്പി കള്ള് വേണം, ഇല്ലെങ്കിൽ ഞാൻ ഈ ഷാപ്പ് കത്തിക്കും. എവിടെയാടോ എൻ്റെ കള്ള്? പാർട്ടിയും മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇതാരാടോ കരഞ്ഞോണ്ട് വരണേ?
ഞാനല്ല ആള്. നിങ്ങൾക്കറിയോ എന്നെ കണ്ടിട്ട് നിങ്ങള്? എനിക്ക് കള്ള് വേണം. കള്ള് കിട്ടിയില്ല. 3 കുപ്പി കള്ള് കുടിച്ച ശേഷം എൻ്റെ തൊണ്ട ആകെ കിഴിയായി. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. കള്ള് കുടിച്ചതിന് ശേഷം എനിക്ക് ഫുൾ ടൈം കരച്ചിൽ വരുവാ. നിങ്ങൾക്ക് അസീസ വായി പൊളിച്ചേക്കണേ നമ്മുടെ കൂടെ. ഇത് ഫുള്ള് സെറ്റപ്പാ. ഇത് പുള്ളിക്ക് കരച്ചില്. എന്നാൽ ഈ കള്ള് കുടിച്ച ഫുൾ എനർജിയിൽ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനുണ്ട്. ആരെന്നറിയോ? ആരാ? നമ്മുടെ മിഥുൻ. മിഥുൻ ലൈവ് വന്നിട്ട് നോക്കാം. ഞാൻ മിഥുനെ കൊന്നടാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിഥുനാണ്. ഈ കള്ള് കുടിച്ചതിന് ശേഷം ഫുൾ ചിരിയാണ്. പ്രചോദനം അറിയാം. കോമഡി ഉത്സവത്തിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ കള്ള് കുടിച്ച് വൈറലായ വ്യക്തിയാണ് പ്രചോദനം. നമ്മുടെ സുരേഷ് ഏട്ടൻ ഇവിടെ കള്ളിന്റെ ഒരു ഡിസ്പ്ലേ, നമ്മൾ ദുബായിൽ ഓൺലൈനായിട്ട് 50% ഡിസ്കൗണ്ടിൽ കള്ള് പ്രൊവൈഡ് ചെയ്യാനുള്ള പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ വാ വാ. ഒരുപാട് സന്തോഷം. ഈ കള്ള് ഷാപ്പ് എല്ലാ ജില്ലകളിലും ഓരോ പന വീതം നടാനുള്ള സംവിധാനമല്ല. ഇവര് പത്തനംതിട്ടക്കാരാണല്ലേ? തൃശ്ശൂരുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പനയുടെ തൈ തന്നവരണമെന്ന് ഞാൻ ആലോചിച്ചതാണ്. പക്ഷേ അത് സാധിച്ചില്ല. അസീസിനെ എനിക്കറിയാം. ജീവ നല്ല വെടിക്കെട്ടായിട്ട് കള്ളു പിടിച്ച് വൈറലായി ഇവിടെ കിടന്ന് ഇഴഞ്ഞ് നീന്തി. ഒരു ദിവസം തൃശ്ശൂർ ഇലക്ഷന് വന്നപ്പോൾ ജീവൻ ഞാനിവിടെ ഒരുമിച്ചല്ലേ? അതൊരു വലിയ വൈബായി. കാരണം തൃശ്ശൂരുള്ള എല്ലാവർക്കും ഓരോ പന വീതം പന വീതം കൊടുത്ത് തെങ്ങ് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഗുരുവായൂരിന്ന് നേരെ വേളാങ്കണ്ണി, അവിടുന്ന് നേരെ തൃശ്ശൂർ, കാസർഗോഡ് വഴി നേരെ മലപ്പുറം, അവിടം വരെ തെങ്ങും തൈ അടുപ്പിച്ച് നടും. തെങ്ങിക്കേറി പ്രചോദ് വരണം എൻ്റെ കൂടെ തെങ്ങിക്കേറി. ഇപ്പോൾ ഗണേഷ് കുമാർ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനുള്ള സജ്ജീകരണം ഉണ്ടാക്കും. അല്ല, വേറൊന്നുമല്ല, സുരേഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞാൻ പറയട്ടെ, പത്തനാപുരത്ത് ഞാൻ കള്ള് കച്ചവടം നടത്തിയ ആളാണ്. അതുകൊണ്ട് ആ വിരട്ടലൊന്നും വേണ്ട, ആ ഒരു സംഭവമേ വേണ്ട. ഞാൻ പറയട്ടെ, KSRTC വഴി എല്ലാ ജില്ലകളിലേക്കും കള്ളെത്തിക്കാനുള്ള പരിപാടി നോക്കാം. എല്ലാ ജില്ലകളിലേക്കും എത്തിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ടിനി മിമിക്രി കാണിക്കുന്ന അറിയാലോ? ടിനി സത്യം പറഞ്ഞ ടിനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായെന്നുള്ള. അല്ല സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഞാൻ പലരും ട്രോളാറുണ്ട്. ഞാൻ എയറിലാണ് ഫുൾ ടൈം. പക്ഷെ ഈ കള്ളു കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് മമ്മൂക്കയുടെ സൗണ്ട് ഡിറ്റ് എടുക്കാൻ പറ്റും. കണ്ടോ, കൊച്ചി വഴി കൊച്ചിയെന്നറിയാം, ബിലാൽ വഴി ബിലാലിനെ കണ്ടോ, കറക്റ്റല്ലേ? എന്നാൽ അത് കള്ളു കുടിച്ചതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ സ്വന്തം മുതുകാട് ഇവിടെ അദ്ദേഹം മാജിക് കാണിക്കുന്നതിന് പ്രത്യേക ഒരുപാട് സന്തോഷം. ആമേ റൈറ്റ്? ഇനി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ്. ഈ കള്ള് കുടിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ജാഫറിൻ്റെ ഈ കള്ള് കുടിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത്, പണ്ടൊക്കെ ഞാൻ വിഷ്ണു ആമേ റൈറ്റ് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഈ കള്ള് കുടിച്ചതിന് ശേഷം ഞാനത് ഒഴിവാക്കി. ഇപ്പോൾ ആമേ റൈറ്റ് വിഷ്ണു എന്നാണ് ഞാൻ പറയാറ്. കേട്ടോ, പ്രചോദ അടിയിൽ നിന്നോ എടുത്ത് കുടിക്കുന്നു, കള്ളാൻ തോന്നുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഒരു കുപ്പി കള്ളുമായിട്ടാണ് പ്രചോദ അവിടെ വന്നിരിക്കുന്നത്. ആമേ റൈറ്റ്? അപ്പോൾ ഒരുപാട് പേര് ഇവിടെയുണ്ട്. നമുക്ക് സ്വന്തം അല്ല, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ ജാഫറിന്റെ കള്ളു കുടിച്ച് ഒരുപാട് പേര് വൈറലായി ഹോസ്പിറ്റലാണ്. അപ്പൊ നിങ്ങളാരാ? ശ്രീകണ്ഠൻ സാറല്ലേ? ഞാൻ ശ്രീകണ്ഠൻ സാറല്ല, ഞാൻ അദ്ദേഹത്തിന്റെ AE ആണ്. AE ശ്രീകണ്ഠൻ നായർ. AE സാങ്കേതിക വിദ്യയുടെ ശ്രീകണ്ഠൻ സാർ നിർമ്മിച്ച റോബോട്ടാണ് ഞാൻ. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഷോ ഞാൻ അവതരിപ്പിക്കും. ജീവ കട്ട്, പ്രചോദ് കട്ട്, നസീർ കട്ട്, അസീസ് കട്ട്. ഇന്നു മുതൽ ശ്രീകണ്ഠൻ നായർ AE. ഇത് ഐറ്റം വേറെ. നന്നായിരുന്നു. താങ്ക് യു സർ. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് സ്റ്റാർസിൻ്റെ പുതുമ തോന്നിയ കുറെ. ടിനിയുടെ ഒക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ ആരെയും കേട്ടിട്ടില്ല അല്ലേ? റയറായിട്ടേ ഉള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇത് സത്യം ടിനിയുടെ കറക്റ്റാണ്. ഒരു കണ്ടന്റ് പഠിച്ചു വന്നിട്ട് അതിനകത്തുനിന്ന് മാറി ചെയ്യാത്തതാണ് പല ആൾക്കാരും. പക്ഷെ ബിസിൽ അങ്ങനെയല്ല. ബിസിൽ ഇവിടെ ഉള്ള പല ആൾക്കാരെയും ട്രോൾ ചെയ്യും. ഇപ്പൊ വെറുതെ വെള്ളം എടുത്ത് കുടിക്കാൻ പോയ താഴെ അടിപൊളിയാട്ടോ. ഇന്ന് അത്ഭുതം എന്ന് പറയുന്നത്, ഒന്ന് ഗണേഷിന്റെ ഈ വോയിസ് ആരും ഇവിടെ ചെയ്തിട്ടില്ല. എല്ലാവരും ഈ മറ്റേ അങ്ങനത്തെ വോയിസ് ചെയ്തിട്ടുണ്ട്, ഈ നോർമൽ വോയിസ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ഡിറ്റോ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു.
മിഥുന്റെ ചിരി. ചിരി ആടി ഓയോ ഒരു രക്ഷയില്ല. എല്ലാം മിഥുൻ പോലും ഇങ്ങനെ എത്ര നന്നായിട്ട് ചിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, മരിച്ചു നമ്മുടെ സുധിച്ചേട്ടന് ഡബ് ചെയ്ത്, സിനിമയ്ക്ക് ഡബ് ചെയ്ത് ഞാനായിരുന്നു. ഓ അത് ശരി. അദ്ദേഹത്തിന്റെ സൗണ്ടിൽ. അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. എനിക്ക് ഒരുപാട് ഡബിങ് വർക്കുകൾ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഞാൻ ഒരു ആഗ്രഹം കൂടെ, സുധിച്ചേട്ടന്റെ സൗണ്ട്. സുധിച്ചേട്ടന് 3 വേരിയേഷൻ ഉണ്ട്. സുധിച്ചേട്ടനോടൊന്ന് ഫോൺ വിളിക്കുകയാണെങ്കിൽ ഞാൻ സുധിച്ചേട്ടനോട് സംസാരിക്കാം. പ്രചോദനം വിളിക്കാം, അല്ല ആരെങ്കിലും വിളിച്ചാൽ മതി. ഹലോ. ഹലോ പ്രചോദയ, പറയടാ. ഓ എടാ, ഒരുപാട് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ പ്രോഗ്രാം കണ്ടു കേട്ടോ, ഭയങ്കര രസമായിട്ടുണ്ട് അത്. സുധി എവിടെയാ ഇപ്പം? ഞാനിപ്പോൾ കോഴിക്കോടാ. ഞാൻ ചെറിയ നമ്മുടെ ഷോ നാട്ടിൽ ചെറിയൊരു മാട്ടപ്പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ്. ആണല്ലേ? വലിയ പേയ്മെന്റ് ഒന്നും ഇല്ല, അങ്ങനെ ചെറിയ പരിപാടി. അസീസേ, എടാ നീ എന്നടാ മിണ്ടാത്തെ? നിനക്ക് ജാടയാണോ? പെട്ടെന്ന് ഓർത്തു, എനിക്ക് ഇമോഷണലായി. ഈ സമയത്ത് ആ കലാകാരനെ നമ്മളെല്ലാരും ഈ സമയത്ത് നല്ല എല്ലാ സമയത്തും ഞങ്ങൾ ഓർക്കുന്നു. താങ്ക്സ് ചേട്ടാ. ഓക്കെ 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 ബ്രോ, താങ്ക്സ് ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. പോണ്ടേ, സമയായി. ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിരുന്നാ മതിയോ? പോണ്ടേ നമുക്ക്. നാളെ വരണ്ടേ? പിന്നെ നാളെ ഇതിലും നന്നായിട്ട് ഉള്ള സ്കിറ്റുകൾ കാണാനും ഇതിലും നന്നായിട്ട് ചിരിക്കാനും നമുക്ക് നാളെ വരാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അസീസിക്ക, പ്രജോട്ടാ, ഷിർക്ക ഉഷാറായിട്ട് പോയി കിടന്ന് നല്ല കുട്ടികളായിട്ട് ഉറങ്ങി നല്ല റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നാളെ കൃത്യം 9 മണിക്ക് നമുക്ക് നല്ല കുട്ടികളായിട്ട് നാളെയും വരിക. അതെ, തീർച്ചയായിട്ടും. അപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് നല്ല കുട്ടികളായിരുന്നു, നല്ലോണം കൈയൊക്കെ അടിച്ചു. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.